കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം വീഡിയോയുമായിട്ട് വരാതെ ഇരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലേ, പൊതുവെ സ്കൂളിൽ മക്കളുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ദിവസം പരിപാടിയും ഫങ്ഷനും കഴിഞ്ഞാണ് പിള്ളേർ വീട്ടിൽ വെക്കേഷനുമായിട്ട് കയറുന്നത്. അപ്പോൾ ഓണത്തിൻ്റെത്. അപ്പോൾ അതിന് എല്ലാ കൊച്ചു കുട്ടികൾ തൊട്ട് ടീച്ചർമാർ, വലിയവർ, ഓഫീസിൽ പോണവർ, അങ്ങനെയുള്ളവർക്കെല്ലാം ഓരോ കളറും ഡ്രസ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങളെ കൊച്ചുങ്ങൾ ഒരാൾ നല്ല കടും ചുമപ്പ് ഉടുപ്പും ഷോളും പാവാട വെള്ള അങ്ങനെയാണ്, ഒരാൾ വെള്ളയും പിങ്ക് ഉടുപ്പും ഷോളും അങ്ങനെ. അപ്പോൾ അവർക്ക് ഞാനാണ് തയ്ച്ചതെന്ന് വെച്ചാൽ പട്ടുപാവാടയിൽ ഞാൻ അണ്ടർ സ്കർട്ട് പിള്ളേർ ഉടുത്ത് എല്ലാം കൂടെ ഇട്ട് വലിച്ചഴയ്ക്കാൻ അവർക്ക് പാടാണ്. അപ്പോൾ അത് ഉടുക്കാതെ ഇരിക്കാൻ ഞാൻ ഇച്ചിരി നല്ല വെള്ള തുണിയെടുത്ത് ലൈനിങ് അടിയിലിട്ടാണ് തയ്ച്ചത്. അപ്പോൾ ഒരാളെ പാവാട നല്ലതുപോലെ തയ്ച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ആളിൻ്റെത് പ്ലീറ്റ് എടുത്തൊക്കെ വെച്ചതിന് ശേഷം ഞാനൊന്ന് മറിഞ്ഞ് വീണു. ഒരു ദിവസം തയ്ച്ച് തീരും മുമ്പേ മറിഞ്ഞ് വീണ് കാലിന് തള്ളവിരലിന് ചെറിയ പൊട്ടലായിപ്പോയി. അപ്പോൾ അത് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉടനെ അത് പ്ലാസ്റ്റർ വെട്ടാൻ ആവുന്നു. അപ്പം ഞാൻ ഉടനെ ഇനി വീഡിയോയുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ പിന്നീട് ഒരാളിൻ്റെത് എനിക്ക് ഒരു കാല് പ്ലാസ്റ്ററോടെ വെച്ചിരുന്ന് ഒരു കാല് വെച്ച് തയ്ക്കാനാണ് പറ്റിയത്. അതെങ്ങനെയെങ്കിലും തയ്ച്ച് പണി തീർത്ത് പിള്ളേരെ സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വെക്കേഷനുമായി. അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പം ഒരു കാല് വെച്ച് തയ്ച്ചപ്പോഴാണ് എനിക്ക് ഒരു തയ്യൽ മെഷീൻ്റെ മോട്ടറിൻ്റെ ആവശ്യമാണെന്നുള്ളത് ബോധ്യമായത്. അപ്പം ഇനി നല്ല നല്ല വീഡിയോയുമായൊക്കെ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. ഉടനെ തന്നെ എൻ്റെ കാലിലെ പ്ലാസ്റ്ററൊക്കെ എടുക്കും. അപ്പം ഞാൻ നല്ല നല്ല വീഡിയോയുമായി വരാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്. അസ്സലാമു അലൈക്കും.